സുപരിചിതമാണ് ഈ വചനമാണ്. പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത പലതവണ നാം ധ്യാനിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് ഈ വചനമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഹൃദ്യമാണ് ഇതിലെ ഓരോ വരികളും നമ്മുടെ മുമ്പിൽ. ഈ സുവിശേഷ ഭാഗം ധ്യാന വിഷയമാകുമ്പോൾ 2-3 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഒന്നാമതായി ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്ക് വരുന്നു, ദൈവത്തിന്റെ ദൂതുമായി. ഒരിക്കലും ദൈവമോ ദൂതനോ മറിയത്തോട് നേരത്തെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടോ ടെലിഗ്രാം അയച്ചിട്ടോ മറ്റു മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടോ അല്ല മറിയത്തിന്റെ അടുക്കലേക്ക് ഈ ദൂതൻ വന്നത്. നാം മനസ്സിലാക്കുന്നത് പ്രാർത്ഥന നിമഗ്നയായിരുന്ന പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്കാണ് ദൂതൻ വന്നത് എന്നത്. അതായത് പരിശുദ്ധ അമ്മയുടെ ഒരു പ്രധാന സവിശേഷത എന്നത് പ്രാർത്ഥനാപൂർവമുള്ള ഒരു ജീവിതമായിരുന്നു പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. പ്രാർത്ഥനാ ചിന്തയോടുകൂടെ നിന്ന സമയത്താണ്, അല്ലെങ്കിൽ ഇരുന്ന സമയത്താണ് ദൈവത്തിന്റെ ദൂതൻ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ച് ഒരുക്കത്തിന്റെ ഒരു ആവശ്യം മറിയത്തിന് ഇല്ലായിരുന്നു. നമ്മുടെ അടുക്കലേക്കാണ് ഒരു അതിഥി വരുന്നതെങ്കിൽ നാം പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് ഇരിക്കും, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞത് നല്ല വസ്ത്രവും നല്ല രീതിയിൽ ശരീരമൊക്കെ ഒന്ന് കഴുകിയിട്ട് പങ്കിട്ടായിരിക്കും ഒരു അതിഥിയെ നാം സ്വീകരിക്കുക. കാരണം നാം ആരും റെഡി അല്ലായിരുന്നു. എന്നാൽ പരിശുദ്ധ അമ്മ റെഡിയായിരുന്നു. ദൈവസാന്നിധ്യമുള്ളവരുടെ ഒന്നാമത്തെ പ്രത്യേകത ഇതാണ്, അവരെപ്പോഴും റെഡിയായിരിക്കും. അതുകൊണ്ടാണ് കുരിശിൽ കിടക്കുന്ന സമയത്ത് ഈശോയോട് പറഞ്ഞത് എല്ലാം പൂർത്തിയായിരിക്കുന്നു, എല്ലാം പൂർത്തിയായി. അവർ റെഡിയാണ് ഇതിനു വേണ്ടിയിട്ട്. ഈശോ ആദ്യം ശിഷ്യന്മാര് വഴിയോട്ട് നടന്നു പോകുമ്പോഴത്തേക്കും പത്രോസ്, അന്ത്രയോസ്, സെബെദെയ്മാര് ഇവരെല്ലാം ഈശോ കണ്ടപ്പോൾ തന്നെ എന്നെ അനുഗമിക്കുക. അത് ഉടനെ അനുഗമിക്കാൻ കഴിയും. ഈശോയുടെ പിന്നാലെ തളർവാദ രോഗി, കുഷ്ഠരോഗി, ശരീരമില്ലാത്തവര്, കേൾവിയില്ലാത്തവർ, ഇതൊക്കെ എല്ലാം ഈശോ കാണുമ്പോൾ തന്നെ ഈശോ പറയുന്നത് അപ്പം തന്നെ ചെയ്യുക. അതായത് അവർ റെഡിയായി എന്നാണ് പ്രത്യേകത. ക്രിസ്തുവിന്റെ മക്കളായ നമ്മുടെ പ്രധാനവുമായ ലക്ഷ്യം ഏത് നിമിഷം ഈശോ വിളിച്ചാലും ഈശോ ഇടപെട്ടാലും നാം തയ്യാറായി ഇരിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായിട്ട് ഈ ഒരു വചനഭാഗം നിന്നും നമുക്ക് ധ്യാന വിഷയം ആക്കാൻ പറ്റുന്ന കാര്യമാണ്. മറിയത്തോട് വന്ന് പറയുകയാണ്, നന്മ നിറഞ്ഞവരെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ആ ഒരു ദേശത്തിന്, ആ യൂദയ പട്ടണത്തിന് വേറെ സ്ത്രീകളില്ലാഞ്ഞിട്ടല്ല, അവിടെ ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട്. ഏജ് ബേസായിട്ട് വേണമെങ്കിൽ സ്ത്രീകളെ തിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ അല്ലെങ്കിൽ മറിയത്തിന്റെ അടുത്ത് വന്ന് ദൂതൻ പറയുകയാണ്, നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി. അതായത് നന്മയുള്ള ഒരു മനസ്സ് സ്വന്തമായിട്ടുള്ള, നന്മയുള്ള ഒരു ജീവിതം സ്വന്തമായിട്ടുള്ള മറിയത്തെയാണ് ഇവിടെ മാലാഖ സമീപിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ രണ്ടാമത്തെ ചിന്ത നമ്മുടെ ഒരു മനസ്സ്, നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതം നന്മ നിറഞ്ഞ ഒരു ഹൃദയമാണ് എന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം, എന്റെ മനസ്സ് നന്മ നിറഞ്ഞതാണ്. മനസ്സാക്ഷി പറയും അല്ല എന്ന്. കാരണം സ്വന്തം കൂടപ്പിറപ്പിനോട് പോലും പക വച്ച് പുലർത്തുന്ന, സ്വന്തം അയൽക്കാരോട് പോലും വിദ്വേഷം വച്ച് പുലർത്തുന്ന, മാതാപിതാക്കളോട് പോലും ദേഷ്യം വച്ച് പുലർത്തുന്ന, അയൽക്കാരോടും കൂട്ടുകാരോടും ഒക്കെ അസൂയ വച്ച് പുലർത്തുന്ന നമ്മുടെയൊക്കെ മനസ്സ് എങ്ങനെ നന്മ നിറഞ്ഞ മനസ്സാണ്? ഒരിക്കലും അത് നന്മ നിറഞ്ഞ മനസ്സാകില്ല. പക്ഷെ ആക്കാൻ പറ്റും. എങ്ങനെ? മറ്റുള്ളവർ ക്രിസ്തുവിനെ കണ്ട്, മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുത്തുകൊണ്ട്, മറ്റുള്ളവർക്ക് മറ്റൊരു ക്രിസ്തുവായി നാം മാറിക്കൊണ്ടിരുന്നാൽ നമുക്ക് നന്മയുള്ള ഒരു മനസ്സ് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും.
ദൈവത്തിന്റെ ദൂതൻ വരുമ്പോൾ നാം നന്മയുള്ള മനസ്സായിട്ട് തയ്യാറായിരിക്കുക എന്നതാണ്. ഇനി ദൂതൻ വന്നിട്ട് പറയുന്ന മൂന്നാമത്തെ കാര്യം, അതായത് ദൂതൻ വന്നിട്ട് ഒരു സാധാരണ ഒരു മനുഷ്യന് ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നീ ദൈവത്തിന്റെ അമ്മയാകുമ്പോൾ ദൈവത്തിന്റെ തന്നെ കുഞ്ഞിന് ജന്മം ഈ ഭൂമിയിൽ കൊടുക്കാനായി ഒരു ഗർഭപാത്രം വേണം. നിന്റെ ഗർഭപാത്രമാണ് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവൻ ജനങ്ങൾക്ക് പ്രകാശമായിരിക്കും. അവൻ ദൈവം നമ്മോടുകൂടെ നടത്തുന്ന ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അവൻ ഒത്തിരി പേരുടെ നാശത്തിനും ഉയർച്ചയ്ക്കും കാരണമാകും. ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു പാക്കേജ് ദൈവത്തിന്റെ ദൂതൻ മറിയത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുമ്പോഴത്തേക്കും മറിയം ചോദിക്കുന്നുണ്ട്, എനിക്ക് പുരുഷ സ്പർശനം പോലും ഞാൻ ഏൽക്കില്ല, പിന്നെ എങ്ങനെ ഇതൊക്കെ സംഭവിക്കും? കാരണം ഇത് അസാധ്യമാണ്, മനുഷ്യന്റെ മുമ്പിൽ ഇത് അസാധ്യമാണ്, നടക്കില്ലെന്ന് ഉറപ്പാണ്. അപ്പോഴാണ് ദൂതൻ പറയുന്ന മറുപടി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതായത് മനുഷ്യന്റെ ചിന്തകൾക്ക്, മനുഷ്യന്റെ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്നിടത്ത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അത് സാധ്യമായി തീരും എന്ന മനോഹരമായ സന്ദേശം. നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്കറിയാം, ചില കാര്യങ്ങളൊക്കെ നമുക്ക് മാനുഷികമായി ചിന്തിക്കുമ്പോഴേക്കും അസാധ്യമാണ്. നമ്മുടെ കടബാധ്യത മാനസികമായി ചിന്തിക്കുമ്പോഴേക്കും ഒരാഴ്ച മുഴുവൻ അധ്വാനിച്ചാലും ഒരു പക്ഷേ എനിക്ക് ഈ കടം തീരുമെന്ന് തോന്നുന്നില്ല. എൻ്റെ ചില രോഗങ്ങൾ കൊണ്ടുപോകാത്ത ഇടങ്ങളിൽ എനിക്കറിയാം, ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഈ രോഗത്തോടു കൂടിയായിരിക്കും തീരാൻ പോകുന്നത്. ചില മക്കളുടെ വിവാഹം, സ്വന്തമായിട്ടൊരു ജോലി, ഒരു ഭവനം, അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ചില ആവശ്യങ്ങളുണ്ട്. ഇതൊക്കെ മാനുഷികമായി ചിന്തിക്കുമ്പോഴത്തേക്കും അസാധ്യമായിരിക്കാം, ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളായിരിക്കാം, സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ആയിരിക്കാം ചിലത്. എന്നാൽ ഈ ഗബ്രിയേൽ ദൂതൻ നമ്മൾ പറയുന്നു, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അസാധ്യമെന്ന് കരുതി നീ നനച്ചിട്ടുണ്ടെങ്കിൽ നീ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് ഇറങ്ങി വന്നാൽ അസാധ്യമായ